അത് മറ്റേ ബൊഗേൻവില്ലയിലെ പാട്ട് പാടിയിട്ട് ട്രോൾ വന്നത് സ്വാഭാവികമായിട്ടും പ്രാർത്ഥന പാട്ട് അങ്ങനെ പാടിയപ്പോ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി അതിന് നല്ല ട്രോൾ കിട്ടിയില്ലേ? അത് ടീനയുടെ ആക്ഷൻസ് എന്തോ ഒരു പ്രശ്നം എന്തോ കാണിച്ചു ചെയ്തിട്ട് ഭയങ്കര കൊറേ നാളെ ഇൻസ്റ്റാഗ്രാം എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ആളെ പറഞ്ഞോളൂ. ഒറ്റയ്ക്ക് ഇരുന്ന് അത് ചിരിച്ചോണ്ടായിരിക്കുന്നില്ല. അല്ല ചേച്ചി എങ്ങനെയാ ചേച്ചി ഈ നമ്മുടെ ചേട്ടന്റെ ഇങ്ങനെ ഈ ട്രോളൊക്കെ വരുമ്പോ ചേച്ചി അതെങ്ങനെയാ നോക്കി കാണുന്നത്? രസകരമായിട്ട് നമ്മളെ ചിരിക്കും. അല്ല കാണിക്കാറുണ്ടോ കൊണ്ടേ ഇന്നപോലെ ഞാൻ അയച്ചു കൊടുക്കും. ശവത്തിലിട്ട് കുത്തുന്നു. അല്ല ഇംപ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം നടപടികൾ കേട്ടിട്ടില്ല. അതൊക്കെ സംഭവിച്ചു പോകും. ഈ ട്രോളുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ നമ്മൾ അറിഞ്ഞുകൊണ്ട് സൃഷ്ടിക്കുന്നല്ലോ, അറിയാതെ സംഭവിക്കുന്നതിന് അത്രേ ഉള്ളൂ. അതെല്ലാവരും എങ്ങനെയാ, എല്ലാവരും ട്രോള് പ്രസംഗിക്കുമ്പോഴൊക്കെ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വൈറലാവും. അത് ഒട്ടും ചിന്തിക്കാണ്ട് പറഞ്ഞേക്കണ കാര്യങ്ങളാണ്, അല്ലാണ്ട് മനഃപൂർവ്വം പറയുന്നത്. അത് അങ്ങനെയാ, ട്രോളുകൾ അങ്ങനെയാ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്നതാണ് ട്രോൾ ആവുന്നത്. ട്രോളിന് വേണ്ടി നമ്മളൊന്നും ആരും സംസാരിക്കാറില്ലല്ലോ, അറിയാതെ സംഭവിക്കുന്ന. പക്ഷെ അവരുടെ ക്രിയേറ്റിവിറ്റി കാണുമ്പോഴേ ആൾക്കാരുടെ കമന്റ്സും ഇത് കാണുമ്പോ നമ്മൾ വിളിയാന്നല്ല, ചിലതൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര രസമുള്ള പറഞ്ഞ ഒരു കമന്റ് കേൾക്കട്ടെ ഒന്ന് പറയാ ചേച്ചി, ചേച്ചിക്ക് അത്ര ഇഷ്ടപ്പെട്ട